ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചാൻ. എന്താണ് മച്ചാന്മാരെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, വിശ്വനാഥ് ആൻഡ് സൺ അങ്ങനെ പടം കണ്ടിരിക്കുകയാണ്. പടം എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആവറേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് സംഭവം നമ്മൾ ഈ സിനിമ എന്ന് പറഞ്ഞത് ഇത് കുറേ സിനിമയൊക്കെ കണ്ട പോലത്തെ സംഭവങ്ങൾ തന്നെയാണ് ഇതിനകത്ത്. അതായത് ഒരു റിച്ചസ്റ്റ് മാൻ, പുള്ളിയുടെ ലൈഫിൽ നടക്കുന്ന കുറേ കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ഫുൾ അങ്ങനെയാണ്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പം ഇതിനകത്ത് ഇവരെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് ചെയ്യുന്നത് ഫസ്റ്റ് ഹാഫിൽ. അത് കഴിഞ്ഞ് പിന്നെ മമിത വരുന്നു, മമിതയുടെ ക്യാരക്ടർ, പിന്നെ മമിതയും സൂര്യയും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ, ഇടി അടി പാട്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമ പറയുന്നത്. ഇപ്പോൾ റിച്ചസ്റ്റ് മാൻ എന്ന് പറയുമ്പം ഹൈ ലെവലാണ് പുള്ളി, ചെറുതൊന്നുമല്ല, നല്ല പേശക ലെവലിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനത്തെ ഒരാളും പിന്നെ ഈ മമിത, ആ ഒരു കെമിസ്ട്രി സംഭവങ്ങളാണ് ഈ ഒരു സിനിമ പറയുന്നത്. പടം ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ആവറേജ് ഫീലായിട്ടാണ് തോന്നിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുമ്മെന്നൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല, കൊള്ളാണ്, നമുക്ക് ഒരു വൺ ടൈം വാച്ചബിൾ, അല്ലെങ്കിൽ എന്തോ പറയുന്ന ഒരു തവണ എല്ലാവർക്കും ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന അത്യാവശ്യം രസങ്ങളുള്ള ഒരുപാട് സംഭവങ്ങളുള്ള ഒരു സാധനമായിട്ടൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സാധനം കൊള്ളാം. എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. ഇപ്പം പലർക്കും പല അഭിപ്രായങ്ങളാണ് കാണുക. അപ്പം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് കുഴപ്പമില്ല, നമുക്കൊരു വൺ ടൈം വാച്ചബിൾ മൂവി, അത്രയേ ഉള്ളൂ. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിനകത്ത് ഈ ഒരു സിനിമ, ആദ്യം ഒരു കാര്യം പറയാം. ആദ്യം ഈ സിനിമ കാണാൻ കാര്യം വെങ്കി അത്ലൂരി എന്നുള്ളൊരു പുള്ളിയുടെ ഒരൊറ്റ പേരാണ്. കാരണം പുള്ളി ലക്കി ഭാസ്കർ കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നൊരു സിനിമയാണ് ഈ വിശ്വനാഥ് ആൻഡ് സൺ എന്ന് പറഞ്ഞ സിനിമ. അപ്പം ഞാൻ ഒരുപാട് പ്രതീക്ഷയും കാര്യങ്ങളെല്ലാം വെച്ച്, കാരണം ഇതിൻ്റെ ട്രailer ഇറങ്ങിയപ്പോഴും സംഭവം കൊള്ളാം, അവർ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളാം എന്നൊക്കെ വെച്ച് ഞാൻ ഒരുപാട് പ്രതീക്ഷ വെച്ച്. പക്ഷേ ആ പ്രതീക്ഷക്കുള്ള സാധനം എനിക്ക് എന്തായാലും ഇതിനകത്ത് കിട്ടിയില്ല. പക്ഷേ ഇതിൻ്റെത് എന്തോ പറയുന്ന, ഇവർ ഇതിനകത്ത് എടുത്തു വെച്ചിരിക്കുന്ന കുറേ ലൈഫ് സ്റ്റൈലും ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പറയുന്ന, അവരുടെ വീടാണെങ്കിലും അതുപോലെ തന്നെ പുള്ളിയുടെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതൊക്കെ കിഡുമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് പാളി പോകേണ്ട കുറേ സംഭവങ്ങളും ഉണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. പക്ഷേ അതൊക്കെ അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തപ്പം നമുക്കതങ്ങനെ മടുപ്പിക്കലോ കാര്യങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. സംഭവം ഓൾവേസ് പൊളിയായിട്ട് തന്നെയാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നതും. പിന്നെ ഇതിനകത്താണെങ്കിൽ മമിതയൊക്കെ എനിക്ക് തോന്നുന്നു വെറുപ്പിക്കാൻ വേണ്ടി വന്ന് പോകുമെന്ന് തോന്നിപ്പോയി. പക്ഷേ പുള്ളിക്കാരിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് അത് പെർഫോം ചെയ്തിട്ട്. പിന്നെ അത്രയും വെറുപ്പിക്കലും കാര്യങ്ങളൊന്നുമില്ല പുള്ളിയുടെ. കൊള്ളാം സംഭവം. അതെന്ന് വെച്ചാൽ പുള്ളിക്ക് കൊടുത്തിരിക്കുന്നൊരു റോളുണ്ട്, ആ റോള് പുള്ളി ഭംഗിയായിട്ട് എന്തെങ്കിലും ചെയ്ത്. അതുപോലെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ടത് സൂര്യയുടെ അഭിനയം. അത് പിന്നെ പറയേണ്ട കാര്യമില്ല, പുള്ളിക്ക് ചില സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. എന്തോ പറയുന്ന ഒരു സെൻറ്റിമെൻറ്റ് സീനൊക്കെ ഉണ്ട്. എൻ്റെ അള്ളി എന്ത് സാധനമാണോ, അതൊക്കെ പുള്ളിക്ക് പറ്റത്തുള്ളൂ. ആ ഒരു സാധനം ഞാൻ പറഞ്ഞില്ല, അതൊക്കെ വേറെ ലെവലായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടായൊന്നും ഇല്ല ഇതിനകത്ത്. നമുക്ക് എന്തോ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ, ഒരു വൺ ടൈം വാച്ചബിൾ മൂവി, അത്രേ ഉള്ളൂ. അല്ലാതെ മറ്റേ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്ത് സൂര്യയുടെ മറ്റേ മാസ് താണ്ഡവം എന്നുള്ള സംഭവങ്ങളൊന്നും നോക്കി പോകണ്ട. ജസ്റ്റ് ഒരു ഫാമിലി മൂവി, ഫാമിലി ആയിട്ടൊക്കെ കാണാം, പിന്നെ എല്ലാവരുമായിട്ട് വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു മൂവി, അത്രേ ഉള്ളൂ എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇനി കാണാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ എന്തായാലും ഗൈസ്, അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരാം. ഇനി ഒരുപാട് സിനിമ ഇറങ്ങാൻ കിടക്കുന്നു. ഐ ആം ഗെയിം കിടക്കുന്നു, ഖലീഫ കിടക്കുന്നു, പിന്നെ വേറെ എന്തൊക്കെയോ കുറച്ച് സിനിമകളുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ്, അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരാം.